ജീവനെ കണ്ടപ്പോൾ നിന്നേരനാഥനെ സൂക്ഷിച്ച സൂര്യൻ രശ്മികളെ നീക്കി സൃഷ്ടികളെയെല്ലാം എന്തും മോനെ പിഴയന്നെ നിന്ദിത മണ്ണു വിധിച്ചപ്പോൾ ആഴികളും ഭൂമി തലവും പാണിതലങ്ങളിലും പാദങ്ങളിലും പേറുമ്പോൾ ക്രൂശിതന ഉടയോനോട പാപ വിമോചനമീച്ച സത്യം ചെയ്താൻ കീപ്പാഞ്ഞ അവനെ അറിയുന്നില്ലെന്ന പ്രതിയോ എന്നാലും ശിഷ്യന്മാരും വിട്ടോടി നാദാരാജ്യ നിൻവരവിൽ സ്മൃതി ചെയ്യണമെന്നേ ബഹളം കൂട്ടിട്ടുടയോനെ തരുവിൻ മീതെ ക്രൂശിച്ചു ദൈവം വിധി നിലയേറിന്നു ദോഷികളാൽ നിന്ദിതനായി സൃഷ്ടികളെ പ്രതിയാൽ കാത്തു ഇസ്രായേലിനും രക്ഷിച്ചോ എതിരായി വിധിപാമശിഹായെ തൂക്കുകയെന്നലറി വേശ്യ മത്സരബുദ്ധികൾ മശിഹായെ കൊണ്ടിക പോയി വാദം ചെയ്തു വിധിയേകി കൊല ചെയ്തിടാ ആദാമിനെ നിർമ്മിച്ചോന്തൻ തൃക്കൈ കാലുകളിൻ മീതെ ആണിയടിച്ചു ദുഷ്ടന്മാർ ഞങ്ങൾക്കായുഴിയിലെത്തി ശ്രേഷ്ഠത്താൽ നരനായവനാ ദേവാ നിന്ദയ സംസ്തുത്യം വിശ്വാസികൾ ഞങ്ങൾക്ക് അഭയമതും രക്ഷയുമരുളാൻ ശാപമെഴും യൂതന്മാർ ഗോകുൽത്തായിൽ തരുവിന്മേൽ ക്രൂശിച്ചവനാ സർവർക്കും പ്രാണതനാകും മശിഹായി തന്മൂലം സ്തുതി സതതം ചെയ്തിടും നിങ്ങൾ
വിശ്വാസികൾ ഞങ്ങൾക്കഭയമതും രക്ഷയുമരുളാൻ യെരൂശലേം ഗോഗുൽത്തായിൽ ക്രൂശേറ്റോൻ ഗഗനത്തിൽ പകലോൻ മങ്ങി ശിലചിതറി മൃത്യുഗതന്മാരുയർപ്പൂണ്ടു തന്മൂലം സ്തുതി സതതം ചെയ്തിടും നിങ്ങൾ. വിശ്വാസികൾ ഞങ്ങൾക്കഭയമതും രക്ഷയുമരുളാൻ ശാപമെഴും യൂദന്മാരെ യെരൂശലേമിൽ കർക്കബ്സായിൽ തരുമയമാ ശ്ലീബാമേൽ ക്രൂശിച്ചവനാം മശിഹായെ തന്മൂലം സ്തുതി സതതം ചെയ്തിടും നിങ്ങൾ. ജീവസ്ലീബായെ സ്തുതി ചെയ്തും നദി ചെയ്തും സമ്മാനിച്ചും സാനന്ദം ചൊല്ലും നടിയ ക്രൂശിതനായ ദോഷിയിൽ നിന്നും അടിയാരെ രക്ഷിച്ചോൻ മശിഹാധന്യൻ തന്മൂലം സതതം ഞങ്ങൾ വന്ദിച്ചിടുന്നു. പായിൽ നാഥൻ സത്യം ദ്വേഷിച്ച യൂദന്മാരാൽ നമ്മൾക്കായി ക്രൂശേൽക്കുന്നു. ആചാര്യന്മാർ തരുവിന്മേലിവനെ ക്രൂശി എന്നേവം നേരറ്റോരാ സേവകരോ താർത്തു. യൂദന്മാർ മധ്യേ അടിയും നിന്ദയുമേറ്റോനെ പ്രതികടലും കരയും വാനും പേടിച്ചഞ്ചുന്നു. ക്രൂരന്മാരും ശ്രാപികളും കാതീശാർത്തു ഘോഷന്മാര യൂദന്മാർ തരുവിന്മേൽ ക്രൂശിക്കുന്നു. നാട്ടിൽ ധാർമ്മികനായി വാണ യൗസേപ്പെന്നോതും മാനവനേവൻ മശിഹാതൻ ഗാത്രം പ്രാപിപ്പാൻ ചെന്നു പീലാത്തോസോടാൽ കത്തിച്ചേവം വിധിനാഥ നൽക ഭാഗ്യമഹാനീതിയ രക്ഷകഗാത്രത്തെ സംസ്കാരം ചെയ്യട്ടെ ഞാൻ. അവനെ യൂദന്മാർ തരുവിന്മേൽ തൂക്കി ജ്ഞാനമോദിപ്പാൻ അതിനെ നൽകാം. ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം.
വ്രതകാലമാണ്. വ്രതങ്ങളിൽ നിന്ന് മാറി നടക്കുന്നതാണ് വ്രതകാലം. വ്രതങ്ങളുടെ അവസാന കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു മനുഷ്യൻ വായിച്ച പുസ്തകത്തെക്കുറിച്ചായിരുന്നു ഈ നാളുകളിലെ വിചാരങ്ങളൊക്കെ. തമ്പുരാൻ വായിച്ച ആ പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. മനുഷ്യൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. തമ്പുരാനത് മനോഹരമായി വായിച്ച് തിരുത്തി എഴുതപ്പെട്ടതിൻ്റെ സുവർണ വർണ്ണനകളാണ് ഇത്രയും നാൾ നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. കാനാവിലെ കല്യാണ വീട്ടിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. തീർത്തും അങ്കലാപ്പിലായി പോകാവുന്ന ഒരു വിരുന്നു ഭവനം എത്ര പെട്ടെന്നാണ് വീര്യമുള്ള അനുഭവമാക്കി തമ്പുരാൻ തീർത്തത്. ആ അനുഭവങ്ങളുടെ സന്തോഷങ്ങളുടെയും ഒക്കെയും ആശ്ചര്യങ്ങളും പേറി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഈ ആശ്ചര്യങ്ങളൊക്കെയും ചോദ്യചിഹ്നങ്ങളായി ഒരാളുടെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുന്നതാണ്. സത്യം പറഞ്ഞാൽ എത്ര വേഗമാണ് നമ്മുടെ ആലയ പരിസരങ്ങൾ പോലും ഒരുവനെതിരെ ഉപായങ്ങൾ മെനയുന്നതിനും തന്ത്രങ്ങൾ മെനയുന്നതിനും വളരെ വേഗം പരിണമിക്കുക. വാസ്തവത്തിൽ ശാന്തത തളം കെട്ടി നിൽക്കേണ്ടുന്ന നമ്മുടെ ആലയ പരിസരങ്ങളും ഭവനാന്തരീക്ഷങ്ങളും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചുറ്റുപാടുകളുമൊക്കെ അസ്വസ്ഥതകളാൽ വിചാരപ്പെട്ട് പോവുകയാണ്. അങ്ങനെ ഒരുവൻ്റെ സ്വസ്ഥതകൾക്ക് ഭംഗം വരുത്തുന്ന പ്രവർത്തികളിൽ നിന്ന് മാറിയിരിക്കുന്നതൊക്കെ വ്രതമാണ്. മനുഷ്യൻ ദൈവവുമായി പൊരുത്തപ്പെടാത്തതുകൊണ്ടാണല്ലോ കുരിശുയർന്നത്. ഉയരങ്ങളിലെ ദൈവത്തിൻ്റെ ആ നിയമങ്ങളൊന്നും ഭൂമിയിലെ മനുഷ്യരുടെ നിയമങ്ങളുമായിട്ട് പൊരുത്തപ്പെടാഞ്ഞതുകൊണ്ട് ഭൂമിയിൽ നിന്നും കുരിശുയർന്നു എന്നൊരു വായനയുണ്ട്. നമ്മളുമായി പൊരുത്തപ്പെടാത്ത ആളുകളെ പോലും നമ്മൾ കുരിശെന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മൾ സംബോധന ചെയ്യുക. ഒന്ന് നോക്കിയാൽ ഒരു മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം ഉപായങ്ങളാണ് കുറച്ചേറെ ആളുകൾ ചേർന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആലയ പരിസരങ്ങളിലും സംഘം കൂടുന്നതിലും അവരുടെ സംഘാലയങ്ങളിൽ പോലും അവരിങ്ങനെ ഒരുവനെതിരെ ഉപായങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവും കിട്ടാതെ വന്നപ്പോൾ അവൻ ദൈവദൂഷണം പറയുന്നു എന്നൊരു ആരോപണവുമായിട്ടാണ് അവർ മുൻപോട്ട് നീങ്ങുന്നത്. ആ ഒരു ആരോപണത്തിൽ പിടിച്ചുകൊണ്ട് ആ ദേശം മുഴുവനും ഇങ്ങനെ മതവികാരം ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നോർത്താൽ എല്ലാ കാലത്തും ഒരു ദേശത്തെ മുഴുവൻ ഇളക്കി വിടണമെന്നുണ്ടെങ്കിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയാൽ മതിയാകും. അക്കാലത്തും ഇക്കാലത്തുമെല്ലാം സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ഒരുവൻ്റെ സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായങ്ങളും തമാശകൾ പോലും നമ്മൾ കൊണ്ട് കെട്ടിയിടുന്നത് മതങ്ങളുടെ തൂണിലാണ്. അവൻ്റെ തമാശകളെ പോലും അഭിപ്രായങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും ഒക്കെ നമ്മളിങ്ങനെ മതവുമായി ചേർത്ത് വെച്ചാണ് അതിന് മാർക്കിട്ട് പോകുന്നത്. തമ്പുരാൻ്റെ വാക്കുകൾക്ക് പിന്നാലെ പോയവരും അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട് അവൻ്റെ പിന്നാലെ പോയവരുമൊക്കെ ഞങ്ങളുടെ മതത്തിൽ നിന്ന് പോയവരാണ് എന്നുള്ള ഭയം അവരെ നന്നായി ഭരിക്കുന്നുണ്ട്. എൻ്റെ മതത്തിൽ ആൾ കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം അവിടെ ഉണ്ടായിരുന്നവരിലൊക്കെ ഉണ്ട്. ദാവീദ് പുത്രന് ഹോശാന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ പോകുന്നവരെല്ലാവരും ഞങ്ങളുടെ അനുയായികളാണ് എന്ന് പറഞ്ഞാണ് അവർ ഭാരപ്പെടുന്നത്. ഇത്തരം മതപ്പാടുകളൊന്നും വർത്തമാനകാലത്തിലും ചത്തുപോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയ രസം. അപരൻ്റെ ദൈവവിചാരങ്ങൾ കൊണ്ട് ക്ഷീണമുണ്ടാകുന്നത് എൻ്റെ ദൈവത്തിനല്ല, എൻ്റെ മതത്തിൻ്റെ മതിലുകൾക്കാണ് ആ ഒരു പ്രയാസമുണ്ടാവുക. അതുകൊണ്ടാണ് എല്ലാവരും തങ്ങളുടെ മതത്തിൻ്റെ സംരക്ഷകരായിട്ട് ഇങ്ങനെ തെരുവിലിറങ്ങി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നോർത്താൽ നമ്മുടെ പൊങ്ങച്ചങ്ങൾക്കൊക്കെ ഒരു വേദിയായിട്ട് മാത്രം നമ്മുടെ മതപരിസരങ്ങളൊക്കെ ആയിത്തീരുന്നില്ലേ എന്നൊരു വിചാരം മനസ്സിലുണ്ട്. മതത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് മതമാണ്, മറ്റേത് മതമാണ്. വാസ്തവത്തിൽ ഈ മതങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചാൽ അതിൽ പരം വലിയ ഭ്രാന്തൊന്നും ഈ ലോകത്തിൽ കാണാനില്ല. ഭയം ഭാവിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഭാവിയുമായി ബന്ധപ്പെട്ട ഭയവുമായി ഒരു കൂട്ടം ആളുകൾ കൂടിയപ്പോഴാണ് കുരിശുയർന്നത്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവരുടെ സംഘാലയങ്ങളിൽ സംഘം കൂടി അവനെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് വായിക്കുക. ഭാവിയുമായി ബന്ധപ്പെട്ട ആ ഒരു ഭയത്തിൽ തങ്ങളുടെ പിന്നാലെ വരുവാൻ ആളില്ലാതെ പോകുന്നു, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുകളില്ലാതെ പോകുന്നു എന്നൊക്കെയുള്ളൊരു വിചാരമുണ്ടവർ. ഇത് തുടങ്ങിയത് ലാസറിനെ ഉയർപ്പിച്ച ശേഷമാണെന്ന് വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പേരുള്ളതും പേരില്ലാത്തതുമായ ധാരാളം ഭയങ്ങൾ നമ്മളെ ഇങ്ങനെ ഭരിക്കുന്നുണ്ട്. നമ്മുടെ നല്ല സമയങ്ങളെ കാർന്നു തിന്നുന്ന ആ ഒരു ഭയം ഇല്ലാതാകുവാനായിട്ട് കാൽവറിയിൽ ഉയർത്തിയ ആ ഒരു വിശ്വപ്രകാശത്തെ നോക്കി നമുക്ക് നടക്കാം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.